ഉണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ ഫേവറേറ്റ് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പോകാനായിട്ട് നമുക്ക് കാണാം. യെസ്, നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കാം അല്ലേ? നമ്മളിന്ന് റവ വെച്ചിട്ടാണ് ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. ഞാനൊരു ഷമീസ് കിച്ചൺ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനായിട്ട് 1/2 ഗ്ലാസ് റവയാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ചുണ്ടാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് ആണ് ചേർക്കുന്നത്. പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ 1/2 കപ്പ് റവ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് ആവാനായിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തു. അതിന് ഗുലാബ് ജാമുൻ്റെ ബേസിനൊരു ചെറിയ മധുരം വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ചേർത്തു. പഞ്ചസാര ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കുകയാണ്. ഇളക്കി അവസാനം നമ്മുടെ ആ മിക്സ് ഇങ്ങനെ ഒരു കട്ട രൂപത്തിലായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്തു. ഞാൻ ഷുഗർ സിറപ്പ് കൂടെ റെഡിയാക്കി വെച്ചു. അതിലേക്ക് ഞാനൊരു 4 ഏലക്ക കൂടി ഇട്ടു. നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച ആ റവ ഞാൻ കുഞ്ഞു ബോൾസ് ആക്കി വെക്കുകയാണ്. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. 3 ബോൾസേ റെഡി ആക്കിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം ബാക്കി പൊന്നൂസേ. ഞാനൊരു 3 ബോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പാനിൽ എണ്ണയിൽ ചൂടാക്കിയിട്ട് നോക്കാം ഇത് സക്സസ് ആവുമെന്ന്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് നോക്കാം. പയ്യടാ നോക്കട്ടെ. യെസ്, വിട്ടു പോന്നിട്ടില്ല പൊന്നു. ഭാഗ്യം. ബോൾ ഉരുട്ടുന്നതിന് ഇടയ്ക്ക് അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കുകയും ചെയ്യാണ്. പൊന്നൂസിന്റെ ബോൾ ഉരുട്ടിക്കേ. എന്റെ പോലെ നന്നായി ചെയ്യും. ഓക്കെ, ശരിക്കാക്ക്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഓരോ ബോൾസ്, എന്റെ ബോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ ഏകദേശം ഒക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. പൊന്നൂസിന്റെ ബോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഏത് പരുവാകും എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇട്ട് നോക്കാം. അമ്മയുടെ കൈ കാണിക്കൂ. ഓക്കെ, പൊന്നൂസിന്റെ ബോൾ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇതിന്റെ ഒരു പാർട്ട് ഇവിടെ ഓരോ ബോൾസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുന്റെ ബോൾ താഴെ കളഞ്ഞു. ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? ഓക്കെ, അടുത്ത ബോൾ എടുക്ക. ശ്രദ്ധിച്ച് ബോളില് വിള്ളല് വരാൻ പാടില്ല. ശ്രദ്ധിച്ച് ചെയ്യ. ഓക്കെ, നീ ഏതായാലും ബോൾ ചെയ്യ. എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് കിച്ചൺ മുഴുവൻ പണി ഇട്ടിട്ടുണ്ട് പൊന്നു. ഇവിടെ മുഴുവൻ കുടഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ ഇത്രയും ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് നേരെ ഫ്രൈ ചെയ്യുന്ന നേരെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്കായിരുന്നത്. അപ്പം ഏകദേശം ഇത്ര റെഡിയായി. ഇനി ഇതിൽ കിടന്ന് സെറ്റായി നമ്മുടെ ഗുലാബ് ജാമിലേക്ക് ഇതിന്റെ ഷുഗർ സിറപ്പ് മൊത്തം ഇറങ്ങി നല്ല സ്വീറ്റ് ആയിട്ടിരിക്കും. നമുക്ക് എങ്ങനെയാവും നോക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടു. റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1 അവർ കഴിഞ്ഞ് ഇത് കഴിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഇതിലെല്ലാം മുങ്ങി നല്ല സ്വീറ്റ് ആയിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പൊ നമ്മളെ ഗുലാബ് ജാം റെഡി. കാണിച്ചു ഇതാ ഗുലാബ് ജാമിന് ഇത്രയും നീളുള്ളത്. സ്പൂൺ വേണ്ടേ? ഇത് വെള്ളമാണ്. ഷുഗർ സിറപ്പ്. യെസ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഗുലാബ് ജാമുൻ. എങ്ങനെയുണ്ട്? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ റവ വെച്ചിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല ടേസ്റ്റി ആവുമെന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. റവയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. സാരമില്ല. നിങ്ങൾക്ക് വേണോ? വേണ്ട. അത് മുഴുവൻ കഴിച്ച് തീർക്കുവോ?
ബാക്കി ഉണ്ടല്ലോ അമ്മയ്ക്ക് കഴിക്കാൻ. പിന്നെ എന്താ ചിരി പൊട്ടിട്ടാ കള്ളിപ്പിണ്ണി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഷമ്മീസ് കിച്ചണിൽ നിന്നാണ് ഇത് ട്രൈ ചെയ്തത്. അത്രയും സക്സസ് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടല്ലേ പൊന്നൂസേ? അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ ബൈ. അപ്പോൾ ബൈ, എല്ലാവർക്കും ബൈ. ബൈ.